നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മഴ വില്ലനായി എത്തിയത് കാരണം ഒരു വർഷത്തെ കഷ്ടപ്പാടിന്റെ ബലമാണ് സാബുവേട്ടന് ഇല്ലാതായത്. പല ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടെങ്കിലും യാതൊരു ബലവുമില്ല. ഇതിന് എത്രയും പെട്ടെന്ന് നടപടിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ തങ്ങൾ കൃഷി ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ്. ഞാൻ ഈ നാട്ടാൻ കൃഷിഭവന്റെ കീഴിൽ വരുന്ന വടക്കേ കോതഗിരി പാടശേഖരത്തിൽ 3.5 ഏക്കറോളം നെൽകൃഷി ചെയ്തിരുന്നു ഈ സീസണിൽ. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് നെല്ല് വിളയുകയും നല്ല ഫസ്റ്റായിട്ട് എനിക്ക് നെല്ല് പാടത്തുണ്ടായി. കൊയ്ത്ത് സമയമായപ്പോൾ വേനൽ മഴ ഉണ്ടായി, ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. എൻ്റെ പാടത്തെ നെല്ല് കൊയ്യാതെ കൊയ്ത്ത് മെഷീൻ കയറിപ്പോയി. പിന്നീട് അവർ കൊയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടും തുടർച്ചയായുള്ള മഴ കാരണം പാടം വെള്ളം കയറി മുങ്ങിപ്പോയി. എനിക്ക് കൃഷിനാശം സംഭവിച്ചു. വൻ നാശനഷ്ടം എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ പാടം ഞാൻ വിതച്ചതിന് ശേഷം എൻ്റെ നെല്ല് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിയിലും പെടുത്തിയിരുന്നു, സംസ്ഥാന ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിയിലും പെടുത്തി. നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാൻ വേണ്ടി. എന്നാൽ കൃഷി ഓഫീസറെ കൊണ്ട് ഞാൻ എൻ്റെ കൃഷി സ്ഥലം സന്ദർശിപ്പിക്കുകയും കാണിക്കുകയും ചെയ്തു. അവരുടെ മറുപടി എനിക്കായിട്ടൊരു ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എനിക്കുണ്ടായിരിക്കുന്ന ഈ നാശനഷ്ടത്തിന് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചാൽ എനിക്ക് അടുത്ത വർഷം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് പിന്മാറുമോ. ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക്. ഇതിപ്പോ എന്ത് എന്ത് കാരണമാണ് അങ്ങനെ ഒരു വേനൽ മഴ വന്ന് മഴ പെയ്ത് പാടത്ത് വെള്ളമായി. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കൊയ്ത്ത് മെഷീൻ യന്ത്രങ്ങളാണ്. അവർ ഈ വെള്ളം കണ്ടാൽ മെഷീൻ ഇറക്കത്തില്ല. അവർ പേടിച്ച് കയറിപ്പോയി. പിന്നീട് വന്ന് കൊയ്ത്ത് തരാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു ഒരാഴ്ചയോളം. പിന്നെ അവർ വന്നിട്ടില്ല. അങ്ങനെ എനിക്കൊരു വൻ നഷ്ടം. എനിക്ക് ഏക്കറിന് ഒരു 30 ക്വിൻ്റൽ നെല്ല് വിളയായിരുന്നു. 3.5 ഏക്കറിൽ 105 ക്വിൻ്റൽ നെല്ലോളം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് ഇതിന്? ഇനിയിപ്പം എനിക്ക് എന്തായാലും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടണം. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തായിരുന്നു. അവരിൽ നിന്ന് എന്താണ് മറുപടി? കൃഷി ഓഫീസർ പറയുന്നത് പാടം മൊത്തം നശിച്ചു പോയാലേ ഇൻഷുറൻസ് എന്നുള്ള സംരക്ഷണം കിട്ടുകയുള്ളൂ. ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു പരസ്യം 5 മണിക്കത്തെ കാർഷിക വാർത്തയ്ക്കകത്ത് കണ്ടാണ് ഇതിനകത്ത് ഇൻഷുറൻസ് എടുക്കാൻ കാര്യം. അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതൊരു കർഷകൻ്റെ വിള നശിച്ചാലും അത് ആ കർഷകൻ്റെ അക്കൗണ്ടിൽ ആ നഷ്ടപരിഹാര തുക വരും എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയി കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് എടുത്തത്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് അങ്ങനെ വ്യക്തികൾക്ക് കിട്ടത്തില്ല എന്നുള്ളത്. എനിക്ക് കിട്ടണം. എനിക്ക് അർഹതപ്പെട്ടത് അത് കിട്ടിയേ പറ്റുകയുള്ളൂ. എന്നാലേ എനിക്ക് മുന്നോട്ട് എനിക്ക് ഈ മേഖല പിടിച്ചു നിൽക്കാൻ ഒക്കുള്ളൂ. ഈ സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ഒന്നുമില്ല. ഞാൻ KCC ലോൺ എടുത്ത കൃഷി ഇറക്കുന്നത്. പള്ള SBIയുടെ ബ്രാഞ്ചിൽ നിന്നും 3 ലക്ഷം രൂപയോളം KCC ലോണായിട്ട് എടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. എനിക്ക് എല്ലാ വർഷവും അതിൻ്റെ പലിശ അടച്ചേ പറ്റുള്ളൂ. എനിക്ക് കൃഷി നശിച്ചപ്പോൾ ഒന്ന് വാങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് തരേണ്ടത് വിള ഇൻഷുറൻസ് കമ്പനികളാണ്. അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമാണ്. എനിക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള സകല നടപടികളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക്. ഇനിയിപ്പം എന്തായിരിക്കും ഒരു തുടർ നടപടി? എങ്ങനെയായിരിക്കും? അവർ പറഞ്ഞിരിക്കുന്നത് ഒരു 10 ദിവസത്തിനുള്ളിൽ അന്വേഷിക്കാൻ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉറപ്പൊന്നും പറയുന്നില്ല. ആനുകൂല്യം ലഭിക്കുകയില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരാൾക്കായോണ്ടാണോ അതോ ഒരാൾക്ക് വേറെ പലർക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ സ്ഥലത്ത് തന്നെ ഈ പാടത്ത് പലർക്കും ഉണ്ടായിരുന്നു. അവർ പരാതി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇൻഷുറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അടുത്ത വർഷവും ഇറക്കാനൊരു എനിക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ ഈ മേഖലയിൽ നിന്ന് പിന്മാറിപ്പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പേര് ഇപ്പം പിന്മാറിപ്പോവുകയും ചെയ്യും. KCC ലോൺ ഞാൻ അടയ്ക്കത്തുമില്ല. ബാങ്ക് ജപ്തി ചെയ്ത് പോകണ പോട്ടല്ലോ. അപ്പോൾ എന്നാ ചെയ്യും? അങ്ങനത്തെ എനിക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ഈ വർഷം ഞാൻ ലോൺ അടയ്ക്കാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിപ്പോൾ ഇല്ല. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. എനിക്കും എൻ്റെ പിള്ളേർക്കും അവരുടെ വിദ്യാഭ്യാസമൊക്കെ എൻ്റെ ജീവിതമാർഗ്ഗമാണ് കൃഷി എന്ന് പറയുന്നത്. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയായിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. വെയിലത്തും മഴയത്തും മറ്റുള്ളവർക്ക് അന്നം നൽകാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഈ കർഷകർ. എന്നാൽ ഇവരുടെ ദുരിതങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരോ സർക്കാർ അധികാരികളോ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.